കറൻസി പ്രതിസന്ധി തന്നെയാണ് ഇന്ന് കേരളത്തിലും ഏറെ ചർച്ചയായതും. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധിക്ക് ഇന്നും പരിഹാരമായിട്ടില്ല. പണം മാറിക്കിട്ടാൻ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ATM കൗണ്ടറുകൾ നാളെ മുതൽ തുറക്കും. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അടച്ച ബാങ്കുകൾ ആദ്യ ദിനം ഇടപാടുകളിലേക്ക് കടന്നപ്പോൾ വലിയ തിരക്കായിരുന്നു ബഹുഭൂരിപക്ഷം ബാങ്കുകളിലും. രാവിലെ മുതൽ തന്നെ SBT, SBI ബാങ്കുകളുടെ മുന്നിൽ ബാങ്ക് ഇടപാടിനായി എത്തിയവരുടെ നീണ്ട ക്യൂ ആയിരുന്നു. തെക്കൻ കേരളത്തിൽ SBI, SPT ബാങ്കുകളിൽ എത്തിയവരിൽ ബഹുഭൂരിപക്ഷവും 500 രൂപ 1000 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങാനെത്തിയതായിരുന്നു. പല ബാങ്കുകളിലും ചീഫ് മാനേജർമാരുടെയും നേതൃത്വത്തിൽ തന്നെ ഇടപാടുകാർക്ക് ബാങ്ക് ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കി. 2000 രൂപയുടെ പുതിയ നോട്ടുകളും ബാങ്കിലെത്തിയ ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകളിലും വൈകുന്നേരം 6 മണിവരെയും ഇടപാടുകാരുടെ വലിയ തിരക്കായിരുന്നു. മധ്യ കേരളത്തിലും വിവിധ ബാങ്കുകളിൽ 500 രൂപ 1000 രൂപ എക്സ്ചേഞ്ചും ഡെപ്പോസിറ്റും തകൃതിയായി. പല ബാങ്കുകളിലും ഇടപാടുകളിൽ കാലതാമസം വന്നത് നേരിയ പ്രതിഷേധത്തിനും വഴിവെച്ചു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ ബാങ്കിംഗ് പ്രവർത്തനം വൈകുന്നേരം വരെ നീണ്ടുവെങ്കിലും പലയിടത്തും പ്രശ്നങ്ങളും ബാങ്കിന്റെ ചില്ല് തല്ലിത്തകർക്കുന്ന സംഭവമുണ്ടായി. കറൻസി നിരോധനത്തിൽ ജനജീവിതം സ്തംഭിക്കാതിരിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കത്ത് നൽകിയിരിക്കുകയാണ്. ആദ്യ ദിവസം വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എല്ലാ ബാങ്കുകളിലും അനുഭവപ്പെട്ടത്. എന്നിരുന്നാലും കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ തന്നെ ജീവനക്കാർ അവരെ വളരെ കൃത്യസമയത്ത് തന്നെ അവർക്ക് ക്യാഷ് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം സുനിൽ അരുമാനു. രണ്ടുപേരുടെ ജീവനെടുത്ത നോട്ട് നിരോധനം. കയ്യിലിരിക്കുന്ന 2000-ന്റെ നോട്ടിന് വിലയില്ല എന്നറിഞ്ഞ് ഉത്തർപ്രദേശിൽ അലക്ക് തൊഴിലാളിയായ സ്ത്രീ കുഴഞ്ഞു വീണു മരിച്ചു. ചില്ലറയില്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ 8 വയസ്സുകാരി മരിച്ചതായും റിപ്പോർട്ടുണ്ട്. സമ്പാദ്യം നഷ്ടമാകുമെന്ന് കരുതി ഹൈദരാബാദിലും വൃദ്ധ ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിലെ സെൻട്രൽ ബാങ്കിന് സമീപത്താണ് തീർത്ഥരജി എന്ന സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചത്. അലക്ക് തൊഴിലാളിയായ തീർത്ഥരജി കാലങ്ങളായി ജോലിയിൽ സംബന്ധിച്ച 2000 നോട്ടുകളുമായി ബാങ്കിലെത്തിയപ്പോഴാണ് നോട്ടുകൾ അസാധുവാക്കിയെന്നറിഞ്ഞത്. 1000-ന്റെ 2 നോട്ടുകളും ബാങ്ക് പാസുമായി മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ചിത്രം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുശിനഗർ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തീർത്ഥരജിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അതേസമയം വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കാൻ കഴിയാത്തതിനാൽ 8 വയസ്സുകാരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. മരണപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. 1000-ന്റെയും 500-ന്റെയും നോട്ട് കൈവശമുണ്ടായിരുന്നെങ്കിലും ചില്ലറയില്ലാത്തതിനാൽ പമ്പുകൾ പെട്രോൾ നൽകിയില്ല. ഇതാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ചത്. മഹിമാഹുവ വില്ലേജിലാണ് സംഭവം. കള്ളപ്പണം പിടിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിൽ ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പല ബാങ്കുകളിലും പുതിയ കറൻസി നോട്ടുകൾ എത്തിയില്ല. നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയ ഇടപാടുകാർ വലയുകയും ചെയ്തു. പുതിയ നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. 1000, 500 രൂപ നോട്ടുകൾ മാറിയെടുക്കാനെത്തിയവരുടെയും പണം നിക്ഷേപിക്കാനെത്തിയവരുടെയും നീണ്ട നിര എല്ലാ ബാങ്കുകളിലും ദൃശ്യമാണ്. എന്നാൽ ഈ പണം മാറി നൽകാനുള്ള കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. റിസർവ് ബാങ്ക് ദില്ലി പ്രാദേശിക കേന്ദ്രത്തിന് വെളിപ്പാടകലെയുള്ള ബാങ്കുകളിലാണ് നോട്ട് ക്ഷാമം രൂക്ഷമെന്നതാണ് കൗതുകം. രാവിലെ മുതൽ നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയവർക്ക് മുന്നിൽ പുതിയ നോട്ടുകൾ എത്തിയില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ കൈമലർത്തി. മാറി നൽകാനുള്ള 2000-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് ബാങ്കുകളിൽ എത്താത്തത്. നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. ബാങ്കിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും എന്നാൽ പുതിയ നോട്ടുകൾ എത്താത്തതിനാൽ മാറി നൽകാൻ സാധിക്കുന്നില്ലെന്നും SBT പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ച് മാനേജർ DS ചൗഹാൻ പറഞ്ഞു. That definitely right now we don't have much staff, but that, as I said, RBI had made an elaborate arrangement and they have instructed all the currency checks to give it. നിത്യച്ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലാണെന്ന് ബാങ്കിലെത്തി നോട്ട് മാറാനാകാതെ മടങ്ങുന്നവർ. मेरे पास 4000 है एक्सचेंज कराने के लिए, बट मेरे पास 100 का कोई नोट नहीं है, तो मैं जमा करा दूं तो मैं खर्चा कहां से लाऊं बताओ? कल तक तो वेट करूं, कल तक आज क्या करूंगा बताओ? അതേസമയം പരമാവധി വേഗത്തിൽ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനായി വന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും കാണാം.
നാളെ മുതൽ എല്ലായിടത്തും നോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് RBI നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ പരസ്യമായി അംഗീകരിച്ച് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലാരി ക്ലിന്റൺ. തുറന്ന മനസ്സോടെ ട്രംപിനെ അംഗീകരിക്കണമെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഹിലാരി പറഞ്ഞു. അതേസമയം ട്രംപിന് ബറാക് ഒബാമ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. അധികാര കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ട്രംപ് ഒബാമ കൂടിക്കാഴ്ചയിൽ നടക്കും. I congratulated Donald Trump and offered to work with him on behalf of our country. I hope that he will be a successful president for all Americans. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നു. മുന്നിൽ നിന്നും നയിക്കാൻ ട്രംപിന് അവസരം നൽകണം. ഹിലരിയുടെ ഈ വാക്കുകൾ തോൽവിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ആദ്യ പരസ്യ പ്രതികരണമാണ്. തുറന്ന മനസ്സോടെ ട്രംപിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് ഹിലരി ആഹ്വാനം ചെയ്തു. ഇതാദ്യമായാണ് ട്രംപിനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഹിലരി അംഗീകരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി തന്റെ പാർട്ടി ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും കാഴ്ചപ്പാടുകളും അംഗീകരിക്കപ്പെടാതെ പോയതിൽ നിരാശയുണ്ടെന്നും ഹിലരി പറഞ്ഞു. This is not the outcome we wanted or we worked so hard for, and I'm sorry that we did not win this election for the values we share and the vision we hold for our country. എന്നെപ്പോലെ തന്നെ നിങ്ങളും എത്രത്തോളം നിരാശരാണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും ഹിലരി കൂട്ടിച്ചേർത്തു. മുന്നിൽ കണ്ടതിലും ഏറെ മുന്നേ തന്നെ രാജ്യം വിഭജിക്കപ്പെട്ടുവെങ്കിലും അമേരിക്കയിൽ വിശ്വസിക്കുന്നുവെന്നും എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഹിലരി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ ആദ്യ വനിതാ ട്രംപിന്റെ വിജയവും കറൻസി വിഷയവുമെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കറൻസി പ്രതിസന്ധിയും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും സൃഷ്ടിച്ച ചാഞ്ചാട്ടത്തിനൊടുവിൽ രൂപയുടെ മൂല്യത്തിൽ വൻ കുതിപ്പ്. ഓഹരി വിപണി ഉണർന്നതോടെ സ്വർണ്ണവിലയിലും വൻ ഇടിവ് രേഖപ്പെടുത്തി. ട്രംപിന്റെ വിജയവും കറൻസി വിഷയവുമെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നും കാണാനാകുന്നത്. രൂപയുടെ വിനിമയ മൂല്യം ഡോളറിനെതിരെ 66.34 2 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഉണർവോടെയാണ് ഓഹരി വിപണിയും വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 368 പോയിന്റ് നേട്ടത്തിൽ 27,621 നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തോടെ 8,559 വ്യാപാരം തുടങ്ങി. BSEയിലെ 270 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 25 ഓഹരികൾ നഷ്ടത്തിലുമാണ്. സൺഫാർമ, ICICI ബാങ്ക്, അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നേട്ടം കൊയ്തു. കഴിഞ്ഞ ദിവസത്തെ നഷ്ടം ഓഹരി സൂചികകൾ തിരിച്ചുപിടിച്ചു. ഇന്നലെ വൻ ഇടിവാണ് ഓഹരി വിപണി രേഖപ്പെടുത്തിയത്. കറൻസിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വിപണിക്ക് മുതൽക്കൂട്ടായി. ഈയൊരു മുന്നേറ്റം തുടരും എന്ന് തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള കണക്കുകൂട്ടലുകൾ. ആഗോള സാമ്പത്തിക മേഖലയിൽ ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വിശകലനങ്ങളും വിപണിക്ക് മുതൽക്കൂട്ടായി. അതേസമയം സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 2860 പവന് 600 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇന്നലെ രാവിലെ ഗ്രാമിന് 2915 രൂപ എന്ന നിലയിലായിരുന്നു. 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ 2935 എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു. റെക്കോർഡ് വിലയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. ബിസിനസ് ഡെസ്ക്. ഓസ്ട്രേലിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ KTM ഡ്യൂക്കിന്റെ പുതിയ മോഡൽ കമ്പനി അവതരിപ്പിച്ചു. മിലാനിൽ നടന്ന രാജ്യാന്തര 2-വീലർ ഓട്ടോ ഷോയിലാണ് KTM ഡ്യൂക്കിന്റെ പുതിയ മോഡൽ കമ്പനി അവതരിപ്പിച്ചത്. ഡ്യൂക്ക് 125, ഡ്യൂക്ക് 390, സൂപ്പർ ഡ്യൂക്ക് 1290, സൂപ്പർ ഡ്യൂക്ക് 790 തുടങ്ങിയ സൂപ്പർ ബൈക്കുകളുടെ പുതിയ മോഡലുകളെയാണ് കമ്പനി അവതരിപ്പിച്ചത്. അടുത്ത വർഷം ഇന്ത്യൻ വിപണിയിലെത്തുന്ന ഡ്യൂക്ക് 390ക്ക് ഇതേ ഡിസൈൻ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. ദി കോർണർ റോക്കറ്റ് എന്ന പേരിലെത്തുന്ന ഈ ബൈക്കിന് കൂടുതൽ ഷാർപ്പായ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഡ്യൂക്ക് 390ക്ക് പുറമെ ഡ്യൂക്ക് 200നും ഇതേ ഡിസൈൻ തന്നെയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 13.4 ലിറ്റർ ഫ്യൂൽ ടാങ്കാണ് ബൈക്കിലുള്ളത്. സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യാവുന്ന KTM മൈറൈഡ് സാങ്കേതികവിദ്യ, LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, LED ഹെഡ്ലൈറ്റ്, പിലിയൻ സീറ്റുകൾ, ഉപഭോക്താവിന് ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്ന ക്ലച്ച്, ബ്രേക്ക് ലിവറുകൾ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട സവിശേഷതകളും ബൈക്കിലുണ്ടായിരിക്കും. പുതിയ സസ്പെൻഷൻ, ഭാരം കുറഞ്ഞ പുതിയ ഫ്രെയിം, പുതിയ രൂപത്തിലുള്ള ബ്രേക്കുകൾ എന്നിവയും ബൈക്കിലുണ്ട്. 373.2 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിലുള്ളത്. 43.5 bhp കരുത്താണ് ഈ എഞ്ചിൻ സൃഷ്ടിക്കുക.
കൂടാതെ റെഡ് ബൈവയർ സാങ്കേതികവിദ്യ, സ്ലിപ്പർ ക്ലച്ച്, ബാലൻസ് ഷാഫ്റ്റ് എന്നിവയും പുതിയ ഡ്യൂക്കിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല വായുവുള്ള രണ്ടാമത്തെ നഗരമായി പത്തനംതിട്ട തെരഞ്ഞെടുക്കപ്പെട്ടു. അസമിലെ തെസ്പൂരിനാണ് ഒന്നാം സ്ഥാനം. 2012-2014 വർഷങ്ങളിൽ ഈ പട്ടികയിൽ പത്തനംതിട്ട ഒന്നാം സ്ഥാനത്തായിരുന്നു. നൂറിലേറെ പാറമടകളുള്ള പത്തനംതിട്ടയിൽ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്നും അക്കാരണത്താൽ സിലിക്കപ്പൊടി അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതായും ആരോപണമുണ്ട്. KSTP റോഡ് പണി, കെട്ടിട നിർമ്മാണം, റെയിൽപാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ ഒട്ടേറെ നിർമ്മാണ ജോലികൾ നടക്കുന്ന തിരുവല്ല മേഖലയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നതായി ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പത്തനംതിട്ട ലബോറട്ടറിയിലെ കണക്കുകൾ പ്രകാരം ദീപാവലി ദിവസം രാത്രി ന്യൂഡൽഹിയിലെ അന്തരീക്ഷ വായുവിൽ 10 മൈക്രോൺ വലുപ്പമുള്ള പൊടിയുടെ അളവ് അനുവദനീയമായതിന്റെ 17 മടങ്ങ് വരെ ഉയർന്നപ്പോൾ പത്തനംതിട്ടയിൽ അത് ശരാശരിയിലും വളരെ താഴെയായിരുന്നു. ന്യൂഡൽഹിയിലെ ചില സ്ഥലങ്ങളിൽ 1 ക്യൂബിക് മീറ്റർ വായുവിൽ 10 മൈക്രോൺ പൊടിയുടെ അളവ് 815 മൈക്രോഗ്രാം മുതൽ 1690 മൈക്രോഗ്രാം വരെ ഉയർന്നു. എന്നാൽ ഇതേ സമയത്ത് പത്തനംതിട്ടയിലെ 1 ക്യൂബിക് മീറ്റർ വായുവിൽ പൊടിയുടെ അളവ് 26.74 മൈക്രോഗ്രാം ആണെന്നാണ് റിപ്പോർട്ട്. വായുവിന്റെ ഗുണനിലവാര തോതിലും പത്തനംതിട്ട മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ഒരിടവേളയ്ക്ക് ശേഷം ഹൈറേഞ്ചിൽ കൂർക്ക കൃഷി വ്യാപകമാവുകയാണ്. കടുത്ത വിലയിടിവിനെ തുടർന്ന് കർഷകർ കൈവിട്ട കാർഷിക വിളയാണ് വീണ്ടും കർഷകന് കൈത്താങ്ങാകുന്നത്. വിലത്തകർച്ച നേരിട്ടതോടെ ഹൈറേഞ്ചിൽ നിന്നും ഒരു കാലത്ത് പടിയിറങ്ങിയ കൂർക്ക കൃഷിയാണ് അരപ്പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഹൈറേഞ്ചിൽ സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ കൂർക്കയ്ക്ക് വിപണിയിൽ വില ഉയർന്നതോടെയാണ് കർഷകർ കൂടുതലായി ഈ കൃഷിയിലേക്ക് വീണ്ടും തിരിഞ്ഞത്. വലിയ മുടക്കുമുതലില്ലാതെ തന്നെ തരിശായി കിടക്കുന്ന സ്ഥലത്തടക്കം കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. കൃഷി വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കനകക്കുന്ന് ഹരിശ്രീ ക്ലസ്റ്ററിന്റെ 15ഓളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ തരിശായി കിടന്ന കാട് വെട്ടിത്തെളിച്ച് 30 ഏക്കറോളം വരുന്ന ഭൂമിയിൽ കൂർക്ക കൃഷി ആരംഭിച്ചത്. മണ്ണിൽ ചാണകം കൂട്ടിക്കലർത്തി ബെഡുകളാക്കി തിരിച്ച് കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വളപ്രയോഗത്തിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം നേടാൻ ഈ കൃഷിക്കാകും. നിലവിൽ കർഷകർക്ക് 1 കിലോ കൂർക്കയ്ക്ക് 35 രൂപ വരെ വില ലഭിക്കുന്നതും വലിയ പ്രതീക്ഷയാണ്. ഈ കൂർക്കത്തോട്ടത്തില് 10-15 കർഷകര് ഒരുമിച്ച് ചേർന്ന ഗ്രൂപ്പായിട്ടാണ് ഈ ഹരിശ്രീ വെജിറ്റബിൾ ക്ലസ്റ്ററിൽ കൂർക്ക കൃഷി ആരംഭിച്ചിരിക്കുന്നത്. തീർത്തും ഓർഗാനിക്കായിട്ട് ജൈവ രീതിയിൽ കൃഷി നടത്തുവാൻ ഈ കൂർക്ക കൃഷി സാധിക്കുന്നുണ്ട്. അല്പം വില മെച്ചപ്പെട്ടു വന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വളരെ നല്ല രീതിയിൽ കൃഷി വ്യാപകമായി നടത്തുകയും സാമാന്യം നല്ല വിളവും നല്ല വിലയും കിട്ടുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. കർഷക കൂട്ടായ്മയുടെ പരിശ്രമം കൂടിയാണ് കൃഷി വിജയത്തിലെത്തിക്കാൻ സാധിച്ചത്. ഹരിശ്രീ ക്ലസ്റ്റർ സംഘത്തിന്റെ പ്രവർത്തനം മറ്റു സംഘങ്ങളും മാതൃകയാക്കണമെന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നിർദ്ദേശം. വരും വർഷത്തിലും വിപുലമായ കൃഷി ആരംഭിക്കാനാണ് ഹൈറേഞ്ചിലെ കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ആശ്വാസമെന്ന് കർഷകർ. സംഭരണ അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ പണം ലഭ്യമാക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും നെൽകർഷകർ ആവശ്യപ്പെടുന്നു. നെല്ലിന്റെ സംഭരണ വില കിലോയ്ക്ക് 1 രൂപ വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് കർഷകർ. 21 രൂപയിൽ നിന്ന് 22 രൂപയായാണ് സംഭരണ വില ഉയർന്നിരിക്കുന്നത്. സെപ്റ്റംബർ 22 മുതൽ സംഭരിച്ച നെല്ലിന് ഈ വില ലഭിക്കും. ഒന്നാം വിള സംഭരണത്തിനായി 129 കോടി രൂപയും സംസ്ഥാന സർക്കാർ അനുവദിച്ചു. വില വർധന സ്വാഗതം ചെയ്യുന്ന കർഷകർ പണം ലഭ്യമാക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഗവൺമെന്റ് വന്ന് 3 മാസം തികഞ്ഞതും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഗവൺമെന്റ് കൃഷിക്കാരോട് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് പാലിച്ചു. നെല്ലിൻ്റെ താങ്ങുവില 21.50 എന്നതിൽ നിന്നും 1 രൂപ വർദ്ധിപ്പിച്ച് 22 രൂപ 50 പൈസയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ കൃഷിക്കാർക്ക് ലഭിക്കുന്നതിനുള്ള നടപടി കൂടി ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നവംബർ 9 കണക്കനുസരിച്ച് സംസ്ഥാനത്താകെ 82,631.09 ടൺ നെല്ല് സപ്ലൈകോ സംഭരിച്ചിട്ടുണ്ട്.
ഒന്നാം സ്ഥാനത്തുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് സംഭരിച്ചത് 57,399.838 ടൺ നെല്ലാണ്. ആലപ്പുഴ നിന്ന് 14,837.838 ടണ്ണും ഒന്നാം വിളയിൽ സംഭരിച്ചു കഴിഞ്ഞു. 66,826 കർഷകരാണ് ഒന്നാം വിള നെല്ല് സംഭരണത്തിനായി പേർ രജിസ്റ്റർ നൽകിയിട്ടുള്ളത്. ഇവർക്കെല്ലാം ₹1 വർധനവിന്റെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ സംവിധായകനും നിർമ്മാതാവുമായ പി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനം നടന്നു. ഗിരീഷ് ചന്ദ്രൻ രചിച്ച പി സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളി വെളിച്ചം എന്ന പുസ്തകം പി സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അത്ഭുതം തീർത്ത സംവിധായകനായിരുന്നു പി സുബ്രഹ്മണ്യം. കുമാരസംഭവവും അവകാശികളും ഉൾപ്പെടെ 59-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 69-ലധികം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത പി സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള പി സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളി വെളിച്ചം എന്ന പുസ്തകം തിരുവനന്തപുരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത്. ONV കുറുപ്പിന്റെ പത്നി സരോജിനി ONV കുറുപ്പിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി പാർവതിഭായി പ്രകാശന കർമ്മം നിർവഹിച്ചു. മലയാള സിനിമയിലെ അതികായനായിരുന്ന പി സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഓർമ്മയിലെ വെള്ളി വെളിച്ചം. പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകർത്താവും പി സുബ്രഹ്മണ്യത്തിന്റെ ചെറുമകനുമായ ഗിരീഷ് ചന്ദ്രൻ. മൺമറഞ്ഞുപോയ എൻ്റെ ബുക്കുകളിലെ കൃത്യമായ വരികൾ അങ്ങനെയാണ്. മൺമറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ ആദ്യം അവസാനം കടന്നു വന്നിരിക്കുന്നത് സിനിമ തന്നെയാണ്. അത് മലയാള സിനിമ ആ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻസ്, മെർലാൻഡിൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ട്, ഉദയയുടെ ഉണ്ട്, വേറെ ഒരുപാട് ബാനേഴ്സിൻ്റെ. പോരാത്തതിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരത്തെ തിയേറ്റേഴ്സ്, ശ്രീകുമാർ, ശ്രീപത്മനാഭ, ന്യൂ തിയേറ്റർ, ഇവിടെയൊക്കെ വന്ന് ആ കാലഘട്ടത്തിൽ സിനിമ കണ്ട ആൾക്കാരുടെ അനുഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രമുഖരായ തിരുവനന്തപുരം ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ വരെ അനുഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പി സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ചടങ്ങിൽ ഷാജി എൻ കരുൺ, ബി ഉണ്ണികൃഷ്ണൻ, വിനോദിനി ശശിമോഹൻ, സുരേഷ് കുമാർ, ഹരി എന്നിവർ സംബന്ധിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏറെ നേരം ഉറങ്ങുന്നതും മടി പിടിച്ചിരിക്കുന്നതും പൊണ്ണത്തടിയുള്ളവരുടെ ശീലമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുന്നതും ഏറെ നേരം വിശ്രമിക്കാതിരിക്കുന്നതും ഒരാളെ ക്ഷണപ്രിയരാക്കി മാറ്റുമെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറെ നേരം ഉറങ്ങുന്നതും തീരെ ഉറങ്ങാതിരിക്കുന്നതും ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെങ്കിലും ആവശ്യത്തിന് ഉറങ്ങിയേ മതിയാകൂ എന്നാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. ഇല്ലെങ്കിൽ ക്ഷീണത്തോടൊപ്പം അമിതവണ്ണവും നിങ്ങളെ തേടിയെത്തിയേക്കും. 172 പേരിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലണ്ടനിലെ കിംഗ്സ് കോളേജിലെ ഗവേഷകർ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 172 പേരിൽ ഒരു വിഭാഗം പേരെ ആവശ്യത്തിന് ഉറങ്ങാൻ അനുവദിച്ച ശേഷം അവർ കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് ഗവേഷണ സംഘം നിരീക്ഷിച്ചു. എന്നാൽ ഒരു വിഭാഗം പേരെ രാത്രി കുറച്ചു മണിക്കൂറുകൾ ഉറങ്ങാതിരിക്കാനും നിർദ്ദേശിച്ചു. അതിനുശേഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ അളവും ഗവേഷകർ നിരീക്ഷിച്ചു. ആവശ്യത്തിന് ഉറങ്ങാത്തവർ 385 കലോറി ഭക്ഷണം കഴിച്ചപ്പോൾ നന്നായി ഉറങ്ങിയവർ മിതമായി മാത്രമേ ഭക്ഷണം കഴിച്ചുള്ളൂ. ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തവർ വ്യായാമത്തിൽ ഏർപ്പെടാൻ താൽപ്പര്യം കാണിച്ചില്ലെന്നും പഠനം വ്യക്തമാക്കുന്നു. ഉറക്കക്കുറവ് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയോടൊപ്പം വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളായ ലെപ്റ്റിൻ, ഗ്രേലിൻ എന്നിവയുടെ ഏറ്റക്കുറച്ചിലിനെയും സാരമായി ബാധിക്കുന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ആവശ്യത്തിന് വിശ്രമിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം തോന്നുകയും ചെയ്യുന്നു. ഇത് ക്രമേണ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു. ഗവേഷണ ഫലങ്ങൾ യൂറോപ്യൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ്